അസ്സലാമലൈക്കും. പേരെങ്ങനെയാണ്? സൗമ്യ ജലീൽ. ജലീലിക്കാണല്ലേ? സൗമ്യക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 37. എന്ത് അസുഖമായിട്ടായിരുന്നു വന്നത്? അലർജി, ചുമ ആയിട്ടാ വന്നേ. എറണാകുളം ജില്ലയിൽ കുന്നശ്ശേരിയിലാണ്, കോതമംഗലമാണ്. ശരി. പനി, ചുമ, ജലദോഷം അങ്ങനത്തെ പ്രശ്നം? ചുമയാണ് മെയിൻ, അലർജിയുടെ ചുമ. അതൊരു 10 വർഷത്തോളെങ്കിലും ആയിരുന്നു ചുമ തുടങ്ങിയിട്ട്. അതിപ്പോ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിലാണ് കംപ്ലീറ്റ് പൂർണ്ണമായി മാറി. വളരെ സന്തോഷമുണ്ട്. നല്ലൊരു ട്രീറ്റ്മെന്റ് ആണിത്. ഒത്തിരി സന്തോഷം. എല്ലാവരും ഇതുമായി ബുദ്ധിമുട്ടുള്ള എല്ലാവരും ഈ ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്യുക. ഇപ്പൊ മോനെ അതുകൊണ്ട് കൊണ്ടുവന്നാണല്ലേ? മോനും അലർജി പ്രശ്നങ്ങളുണ്ടോ? റാഷിദ്, മുഹമ്മദ് റാഷിദ്. എത്ര വയസ്സുണ്ട് കുട്ടന്? 7 വയസ്സ്. മിടുക്കൻ. അപ്പോൾ അവൻ്റെയും നമുക്ക് ചുമയും അലർജി പ്രശ്നങ്ങളും ഫുള്ളായിട്ട് മാറണം. ഈ നമ്പർ നിങ്ങളുടെ ആണല്ലോ അല്ലേ? ഓക്കെ. 9846280325. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. നമ്മുടെ അപ്പോയിൻമെൻറ്റ് നമ്പർ ഇതാണ്. ഇപ്പം ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഈ അലർജി സ്കിൻ പ്രിക് ടെസ്റ്റിനെ പറ്റിയും ഇമ്മ്യൂണോതെറാപ്പിയെ പറ്റിയും അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9567710073. അപ്പം അതിൻ്റെ ആ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് പറയാമോ? നമ്മൾ എങ്ങനെയായിരുന്നു ആദ്യം ടെസ്റ്റ് ചെയ്തത്? അലർജിയുടെ കാരണം കറക്റ്റ് കണ്ടുപിടിക്കുമായിരുന്നു അല്ലേ? അലർജി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അത് എനിക്ക് പാലുൽപ്പന്നങ്ങള്, പിന്നെ ചിക്കൻ, നാരങ്ങ, അതെല്ലാം അലർജി ആയിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് മാറ്റി. എനിക്കിപ്പോ യാതൊരു വിധ ചുമയോ, AC കയറാം, നാരങ്ങ വെള്ളം കുടിക്കാം, അങ്ങനെയുള്ള കംപ്ലീറ്റ് AC ഒട്ടും കയറാൻ പാടില്ലായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല. ആ ടെസ്റ്റ് അതിന്റെ കൃത്യത എങ്ങനെയുണ്ടായിരുന്നു? അതിൽ പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആയിരുന്നോ? അതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് അലർജി ഉണ്ടായിരുന്നത് അല്ലേ? പാലാണ് മെയിൻ. ഈ അലർജി ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി വേദന വല്ലതും എടുത്തോ? ഇല്ല. സിമ്പിളായിരുന്നു. നമ്മൾ ഈ മരുന്നിന്റെ ടെസ്റ്റ് ഡോസ് ഇടുന്ന പോലെ ജസ്റ്റ് ഒന്ന് പോറിച്ച് നോക്കത്തേ ഉള്ളൂ അല്ലേ? കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യാനായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ മോനെ കൊണ്ടുവന്നേ അല്ലേ? കുഞ്ഞു പിള്ളേരൊന്നും ഒരു കരച്ചിലോ അപകടമോ ഒന്നും ഉണ്ടാക്കാറില്ല. നമ്മൾ 1 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് വരെ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകാരം നമ്മൾ അലർജിയുള്ള സംഗതികൾ ആദ്യം കണ്ടുപിടിച്ച് അത് പരമാവധി ഒഴിവാക്കാനുള്ളത് നോക്കുക. ഒഴിവാക്കാൻ പറ്റാത്ത പല സാധനങ്ങളുണ്ടാവും, പൊടി, ഫംഗസ് തുടങ്ങിയവയൊക്കെ. അപ്പം അതിൽ എത്ര എണ്ണം നോക്കിയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ 71 അലർജൻസിൻ്റെ ഒരു പാനലാണ് നോക്കിയത്. വന്നില്ല. നമ്മൾ 71 അലർജൻസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അതിൽ ഒഴിവാക്കേണ്ടത് 10-20 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് നമ്മൾ എന്നിട്ട് മരുന്ന് എടുക്കുക ചെയ്തത്. ഈ മരുന്ന് എങ്ങനെയുള്ള മരുന്നായിരുന്നു? മരുന്ന് ഗുളിക ഉണ്ടായിരുന്നു. പിന്നെ ഇൻസുലിൻ അല്ല, ഇഞ്ചക്ഷൻ സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി, തുള്ളി മരുന്ന് അല്ലേ? തുള്ളിമരുന്ന് എങ്ങനെയായിരുന്നു ഉപയോഗിച്ചിരുന്നേ? ആഴ്ചയിൽ എത്ര ദിവസം? വലിക്കുന്ന മരുന്നുണ്ടായിരുന്നു. ആഴ്ചയിൽ എത്ര ദിവസം വീതമായിരുന്നു ഈ തുള്ളിമരുന്ന്? തുള്ളിമരുന്ന് ഉണ്ടായിരുന്നില്ല, ഗുളികയും വലിക്കുന്ന ഇതും ഉണ്ടായിരുന്നു. ഗുളിക കറക്റ്റ് 1 മാസം കഴിച്ചപ്പോഴത്തേക്കും മാറി. പിന്നെ ആകെ 2 പ്രാവശ്യം വന്നുള്ളൂ. അതെ. ഇതിന് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ? ഇഞ്ചക്ഷൻ എടുത്തില്ല. ഇല്ല. ഇതിന് 2 ഇഞ്ചക്ഷൻസും കൂടെ ഉണ്ട്. ഫ്ലൂ വാക്സിനേഷൻ, ന്യൂമോകോക്കൽ വാക്സിനേഷൻ. അപ്പം മാത്രമല്ല ഇതിൻ്റെ ഈ ഇൻഹേലർ മരുന്ന് പലർക്കും അതിനെക്കുറിച്ച് ഭയങ്കര പേടിയാണ്. നമ്മൾ കഴിക്കുന്ന ഗുളികയേക്കാൾ നല്ലതും എഫക്റ്റീവും ഡോസ് കുറഞ്ഞതും ഈ ഇൻഹേലർ മരുന്നാണ്. കാര്യം അത് ബ്ലഡിലോട്ട് കയറുന്നേ ഇല്ല, ശ്വാസകോശത്തിൽ മാത്രമേ ചെല്ലുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്വാസകോശ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇൻഹേലർ മരുന്നാണ്. പക്ഷേ സാധാരണ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇൻഹേലർ ഭയങ്കര ഓവർ ഡോസാണ്, ഏറ്റവും അന്ത്യ സ്റ്റേജിൽ മാത്രം ഉപയോഗിക്കുന്നതാണെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു മുറിവുള്ളപ്പോൾ ഓയിൻമെൻറ്റ് പുരട്ടുന്ന പോലെയാണ് ഈ ഇൻഹേലർ. അത് നമ്മൾ ശ്വാസകോശത്തിലോട്ട് നേരിട്ട് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അതിന് ഫാസ്റ്റ് ആക്ഷനുണ്ട്. കൃത്യമായിട്ട് മരുന്ന് മുഴുവൻ നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ തന്നെ ആക്ട് ചെയ്യാനും സഹായിക്കും. അപ്പം അത് എടുത്തപ്പോൾ തന്നെ ഉമ്മയ്ക്ക് പൂർണ്ണമായിട്ടും ചുമ മാറി. സാധാരണ ഇതിലും മാറാത്തവർക്ക് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന അലർജിയെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് പണ്ടൊക്കെ ഇഞ്ചക്ഷനായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ 2 ഇഞ്ചക്ഷൻ മാത്രമേ ഇവിടെ നിന്ന് കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ തുള്ളി മരുന്നായിട്ട് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് നമ്മൾ ചെറിയ ബോട്ടിലുള്ള മരുന്നാണ്. ഒപ്പതി ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മളത് നാവിനടിയിൽ ഇറ്റിക്കുക ചെയ്യുന്നത്. കുഞ്ഞു പിള്ളേർക്ക്, കുഞ്ഞു വാവന്മാർക്കാണെങ്കിൽ പോലും നമുക്ക് ഈ അലർജി ചുമ കാരണം
എല്ലാ ആഴ്ചയിലും ഈ പറഞ്ഞ പോലെ പനിയും കഫക്കെട്ടും ശ്വാസമുട്ടലൊക്കെ ആയിട്ട് അഡ്മിറ്റ് ആകുന്ന കുഞ്ഞു പിള്ളേരുണ്ട്. അതുപോലെ സ്കൂളിൽ വിടാൻ പറ്റുകയില്ല. പല പിള്ളേരെയും സ്കൂളിൽ വിട്ട് കഴിയുന്ന ചുമയും കഫക്കെട്ടുമായിട്ടാണ് തിരിച്ചു വരിക. കാലാവസ്ഥ മാറ്റം വരുമ്പോഴോ ഈ വാവിൻ്റെ വ്യത്യാസം വരുമ്പോഴോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം മാറി കഴിക്കുമ്പോഴോ ചില കുട്ടികൾ കരയുമ്പോൾ ഒക്കെ ഈ ശ്വാസം മുട്ടലങ്ങ് എടുക്കും. അതുകൊണ്ട് തന്നെ കരച്ചിലുണ്ടാക്കാൻ പറ്റത്തില്ല. പിള്ളേരല്ലേ, എന്തെങ്കിലും കാര്യത്തിന് കരച്ചിലോ ബഹളോ. ചിലർക്ക് പൊട്ടിച്ചിരിക്കുമ്പോൾ പോലും ശ്വാസം മുട്ടലും ചുമയും കൂടുതലായിട്ട് ഇളകാം. അങ്ങനെയുള്ള പല ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്ന ചികിത്സ കൊണ്ട് അലർജിയെ തന്നെ പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കുകയാണ്. ഇത് ചെയ്തിട്ടുള്ള ഒത്തിരി പേഷ്യൻസിൻ്റെ നമ്മൾ വീഡിയോസും അവരുടെ ഫീഡ്ബാക്കും കോൺടാക്ട് നമ്പറും സഹിതം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്തതിൽ ഒത്തിരി സന്തോഷം. ഒത്തിരി പേർക്ക് ഇത് ഒരു സഹായകരമാകട്ടെ. താങ്ക് യു സോ മച്ച്. മോൻ്റെയും അലർജി നമുക്ക് ഫുള്ളായിട്ട് മാറ്റണം കേട്ടോ. റാഷിദ് ഏത് സ്കൂളിലാണ് കുട്ടം പഠിക്കുന്നേ? ഇർഷാദിയ പബ്ലിക് സ്കൂൾ. ഓക്കെ, പൂവള്ളൂർ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.